ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സഞ്ജീവ്, കഴിഞ്ഞ ദിവസമാണ് കണ്ടതാണ് നമ്മൾ ചെങ്കോട്ടയിൽ നടത്തിയ ആ നാണംകെട്ട പ്രസംഗം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തിയത്. 100 വർഷം തികയുന്ന RSS നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ കണക്ക് അല്പം മുമ്പ് നമ്മൾ വായിച്ചു. 1948 ഗാന്ധി വധത്തിൽ തുടങ്ങുന്ന അത് മണിപ്പൂരിൽ അവസാനമൊടുങ്ങിയ കുക്കികളെ കൊന്നൊടുക്കിയതടക്കമുള്ള ചരിത്രം, ഗോദ്ര കലാപം, 1992 ബാബറി മസ്ജിദ് തകർക്കൽ, കോയമ്പത്തൂർ കലാപം, മക്ക മസ്ജിദ് സ്ഫോടനം, മുംബൈ കലാപം അടക്കം അങ്ങനെ എണ്ണി എണ്ണി പറയാം RSSൻ്റെ ചോരക്കറ പുരണ്ട ആ ഇടപെടലുകൾ. അങ്ങനെയുള്ള RSSനെയാണ് നരേന്ദ്രമോദി പുകഴ്ത്തിയത്. അതിന് ചുക്കാൻ പിടിച്ച വീർ സവർക്കറെയാണ് ഗാന്ധിക്ക് മുകളിലായി പ്രതിഷ്ഠിക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരുമിച്ച് പോരാടേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ ഈ RSSന്റെ രൂപീകരണവും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള RSS പ്രവർത്തനവും അതിനു മുൻപുള്ള RSSന്റെ പ്രവർത്തനവും നമ്മൾ രണ്ടായി തന്നെ കാണും. 1925 രൂപീകരിക്കപ്പെട്ട RSS ബ്രിട്ടന് എതിരെയുള്ള സമര മുന്നണിയിൽ എവിടെയും പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ബ്രിട്ടനെതിരെ സമര മുന്നണിയിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ രാഷ്ട്രസങ്കല്പവും ധൃതരാഷ്ട്ര ടു നാഷൻ തിയറി ഉൾപ്പെടെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ള സംഘപരിവാർ ഇന്ത്യ വിഭജനത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വർഗീയതക്ക് കൂടുതൽ വേരൂന്നാൻ കഴിയുന്ന വിധത്തിൽ ബ്രിട്ടനെ സഹായിക്കുകയായിരുന്നു. അത് ബ്രിട്ടൻ നടത്തിക്കൊണ്ടുവന്നിരുന്ന വ്യത്യസ്ത നയപരിപാടികൾ, ഡിവൈഡ് ആൻഡ് റൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പിന്നീട് ഇന്ത്യയിൽ വളക്കൂറുണ്ടാക്കുന്ന മണ്ണൊരുക്കി കൊടുത്തത് സംഘപരിവാറാണ്. ന്യൂനപക്ഷ വർഗീയവാദത്തിന് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ പ്രത്യേകം അവർ സ്വാതന്ത്ര്യത്തിന് മുന്നേ ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയെ വ്യത്യസ്ത തോതിൽ മതനിരപേക്ഷമായി നിലനിർത്തുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമായി ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യം ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മതനിരപേക്ഷമാണ്. അവിടെ നിന്ന് വീണ്ടും ബ്രിട്ടൻ എവിടെ അവസാനിപ്പിച്ചോ അതിനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് RSS ചെയ്തിരുന്നത്. ഇന്ത്യയെ വിഭജിക്കാൻ ഏതൊക്കെ വിധത്തിൽ ഇന്ത്യ രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ അതൊക്കെ സംഘടിപ്പിച്ചു. ഗാന്ധിജി നടത്തിയ ഏറ്റവും അവസാനത്തെ പ്രകോപനമായിരുന്നു ഇന്ത്യ മതനിരപേക്ഷമാകണമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായാണ് 1948 ജനുവരി മാസം 30 അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്. ഇന്ന് RSSകാർ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, മറ്റൊന്നാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗോഡ്സെ മരിക്കുന്നത് വരെ RSS ആയിരുന്നു എന്നത് ഗോപാൽ ഗോഡ്സെ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. RSSന്റെ മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്താർക്കും തന്നെ കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ 2014 അധികാരത്തിൽ വന്ന് 2025 11 വർഷങ്ങൾക്ക് ശേഷം RSSനെ കോട്ട് ചെയ്യാൻ അദ്ദേഹം ധൈര്യപ്പെട്ടത് ഇന്ത്യയിലെ മതവർഗീയവാദം അത്രത്തോളം വളർത്താനുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം അവർക്ക് ഇന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ചെറുത്തേ മതിയാകൂ. അതിന് മതനിരപേക്ഷ കക്ഷികളൊക്കെ ഒത്തുകൂടി അവരെ പരാജയപ്പെടുത്തിയേ മതിയാകൂ. അതാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത്ര വർഷമെടുത്തു ധൈര്യപ്പെട്ട് നരേന്ദ്രമോദി RSS എന്ന് 1 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ. കാരണം അത്രത്തോളം കലാപമാണ്, അത്രത്തോളം തീവ്രപരമായിട്ടുള്ള ചെയ്തികളാണ്, കൊടും ക്രൂരതയാണ് ഈ രാജ്യം എന്ന സങ്കല്പത്തിനെതിരെ RSS ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 1 മിനിറ്റ് 100 മിനിറ്റിൽ 1 മിനിറ്റിനുള്ളിൽ പ്രസംഗിക്കാൻ RSSന് വേണ്ടി ഒരു പ്രധാനമന്ത്രി സമയമെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന തരത്തിൽ അത്രമേൽ തീവ്രപരമായിട്ടുള്ള വിഷവിത്തുകൾക്ക് RSS ഇന്ത്യയിലെമ്പാടും വാങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷ ബോധത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന ഏത് മതനിരപേക്ഷവാദിക്കും അതിനെതിരെ ശബ്ദിച്ചേ മതിയാകൂ. ആ ശബ്ദമാണ് സഖാവ് പിണറായി വിജയൻ ഇന്ന് കേരളത്തിന് മുന്നിലായി അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ശബ്ദം ഇന്ത്യയിലെമ്പാടും ഉയരേണ്ടതുണ്ട്. അങ്ങനെ ഉയർന്നില്ല എങ്കിൽ 1 മിനിറ്റ് അദ്ദേഹം നടത്തിയ ആ പരീക്ഷണം പിന്നീട് ഏത് ഘട്ടത്തിലും എവിടെയും ഈ സംഘപരിവാർ ഭീകരതയെ അവതരിപ്പിക്കാൻ അവർക്കുള്ള ആത്മവിശ്വാസമായി മാറും. അതുകൊണ്ട് മനുഷ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ തുറന്നു കാണിക്കുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൂടുതലായി ചർച്ച ചെയ്യപ്പെടണം. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള RSS പ്രവർത്തനം ചർച്ച ചെയ്യപ്പെടണം. അവരുടെ ഇന്ത്യയിലെ എമ്പാടുമുള്ള 30-ൽ കൂടുതലായി അവർ നടത്തിയിട്ടുള്ള കലാപങ്ങൾ, അതിന്റെ കാര്യകാരണങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് എന്താണ് ഇന്ത്യക്കും
ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുന്നും ശേഷവുമുള്ള RSSന്റെ സംഭാവനകൾ എന്ന് തുറന്ന് ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സജീവ്, ഒരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ വേണം നമുക്ക് മറ്റൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടത്. രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗപ്പെടുത്തുക, അതായത് ജനാധിപത്യത്തിൽ അവരുടെ അഭിലാഷവും പ്രതിഷേധം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏക അവസരം വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം സംഘപരിവാർ ഭരണകൂടം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. വോട്ടവകാശം പോലും വിനിയോഗിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സംഘപരിവാറിൻ്റെ ഭീഷണി, ആ ഭയത്തിൻ്റെ അന്തരീക്ഷം വന്നിരിക്കുകയാണ്. കൂടുതൽ സങ്കീർണമാവുകയാണ് സാഹചര്യങ്ങൾ. യഥാർത്ഥത്തിൽ RSSന് എന്ത് ജനാധിപത്യം? ഈ ചോദ്യം വളരെ പ്രസക്തമല്ലേ? RSS ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ജനാധിപത്യത്തെ അംഗീകരിച്ചിട്ടുണ്ടോ? മതനിരപേക്ഷ രാജ്യം എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അപകടമാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുടെ പേരാണ് MS ഗോൾവാക്കർ. MS ഗോൾവാക്കറെ കുറിച്ച് ജ്യോതിർമയ ശർമ്മ എഴുതിയൊരു പുസ്തകത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഗോൾവാക്കർ മുന്നോട്ട് വെച്ചിരുന്നത് ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന പ്യുവർ ആയിട്ടുള്ള ഏറ്റവും ജീനസ് ആയിട്ടുള്ള ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഫാസിസ്റ്റ് നയങ്ങൾക്ക് രൂപീകരിച്ചിട്ടുള്ള അതേ തരത്തിൽ ഇന്ത്യയിലും പ്യുവർ ആയിട്ടുള്ള ഒരു ബ്രീഡ് ഉണ്ടാവണം എന്നുള്ള വളരെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആശയം തലച്ചോറിൽ കൊണ്ടു നടന്നിരുന്ന ആളായിരുന്നു ഗോൾവാക്കർ. ആ ഗോൾവാക്കർ ഇന്ത്യയെ പുണ്യഭൂമിയായി നിലനിർത്തണമെങ്കിൽ ഈ രാജ്യത്ത് മറ്റു മതസ്ഥരുണ്ടാവാൻ പാടില്ല എന്ന് കരുതിയ ആളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് അവർക്ക് കണ്ടുകൂടാത്ത തീണ്ടാപ്പാടാകലുള്ള കാര്യമാണ്. ആ നിലയിലാണ് അവരെ കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിച്ചും ഇന്ത്യയുടെ ഭരണ സംവിധാനവും ഭരണഘടനയും അട്ടിമറിക്കാൻ ഏതറ്റം വരെയും അവർ പോകും. ഈ ഭരണഘടനയിൽ അവർ വിശ്വസിക്കുന്നില്ല എന്ന് എത്ര തവണ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യൻ മതേതരത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇന്ത്യ എന്ന ഇന്നത്തെ രാഷ്ട്രസങ്കല്പത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നേയില്ല എന്ന് അവരുടെ നേതാക്കൾ തന്നെ എത്ര തവണ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ രാഷ്ട്രസങ്കല്പം നമ്മുടെ രാഷ്ട്രസങ്കല്പമല്ല. 2 ദിവസം മുമ്പ് ഓഗസ്റ്റ് 15 തൊട്ടു മുമ്പ് ഓഗസ്റ്റ് 14 ആചരിക്കാൻ അവർ മുന്നോട്ട് വെച്ച ആശയത്തിന്റെ മുകളിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് അഭിപ്രായപ്പെട്ടത് ഞങ്ങൾ അഖണ്ഡ ഭാരതം ഇപ്പോഴും ഓഗസ്റ്റ് 15 പൂജിക്കാറുണ്ടെന്നാണ്. അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം ഇന്ത്യൻ ഭരണഘടനയിലുണ്ടോ? ഇന്ത്യ എന്ന രാജ്യത്തിനെതിരല്ലേ ഇത്? നമ്മുടെ രാജ്യസങ്കല്പത്തിനും നമ്മുടെ ഭരണഘടനക്കും എതിരല്ലേ? അപ്പൊ ഇന്ത്യ എന്ന രാജ്യസങ്കല്പത്തിനും ഇന്ത്യ എന്ന ഇന്ത്യയുടെ ആത്മാവിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മതനിരപേക്ഷ ബോധ്യത്തിനും ഒക്കെ എതിരാണിവർ. അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്നൊക്കെ അട്ടിമറിക്കപ്പെടേണ്ടതാണ്. അതിനവർ ഏത് വഴിയും സ്വീകരിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയിട്ടുള്ള RSSന് ഇന്ത്യയിലെ ജനാധിപത്യത്തെ കൊലപ്പെടുത്താൻ എത്ര സമയം വേണം? അതിനുള്ള പ്രവർത്തനങ്ങളും അവർ സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ തോതിൽ. ഇതിനൊക്കെ ചെറുക്കേണ്ടതായിട്ടുള്ള ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സമരം തന്നെയാണ് ആവശ്യം. കൂട്ടായ നേതൃത്വത്തിൽ അതിനെ ചെറുക്കുക എന്നത് തന്നെയാണ് ആവശ്യമെന്ന പിണറായിയുടെ അഭിപ്രായം തീർച്ചയായും പൊതുജനങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വളരെ നന്ദി സഞ്ജീവ് ഈവനിംഗ് ഡിബേറ്റിൽ പ്രതികരിച്ചതിന്.